നമസ്കാരം. മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് വോട്ടിന് വേണ്ടിയെന്ന് ജമാഅത്തെ ഇസ്ലാമി. CPMന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ലെന്നും ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ശരിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ബാക്കിയെല്ലാം കളവാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഈ വിവാദം ഏറെ ചർച്ചയ്ക്കും വഴിയൊരുക്കും. സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചാണ് ശിഹാബ് പൂക്കോട്ടൂരിന്റെ പ്രതികരണം. ജമാഅത്തെ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് വോട്ടിന് തന്നെയാണ്. CPM ചോദിച്ചത് വോട്ടാണ്, അത് ഞങ്ങൾ നൽകുകയും ചെയ്തു. CPMൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നില്ല ആ ചർച്ചകൾ. 2011 ഏപ്രിൽ 3 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു പിണറായിയുമായി ചർച്ച നടത്തിയതെന്നും ശിഹാബ് പൂക്കോട്ടൂർ കുറിപ്പിൽ വ്യക്തമാക്കി. ചർച്ച നടന്നില്ലെന്ന പാർട്ടി സെക്രട്ടറിയുടെ നുണ മുഖ്യമന്ത്രി തിരുത്തിയെന്നും ശിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ശരിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കണ്ടത്. സോളിഡാരിറ്റിയിലെ ചില ചെറുപ്പക്കാരും തന്നെ കാണാൻ വന്നു. അന്ന് അവരെ മുഖത്ത് നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചു. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്ന പറച്ചിൽ. കൂടിക്കാഴ്ച സംബന്ധിച്ചെങ്കിലും അതിലെ ബാക്കി കാര്യങ്ങളെല്ലാം പൂക്കോട്ടൂർ നിഷേധിച്ചു. ഇത് വിവാദത്തിന് പുതിയ തലം നൽകും. ഏതായാലും CPMും ജമാഅത്തെയും കൂടുതൽ അകലുന്നു എന്നതാണ് ഈ വിവാദത്തിന്റെ പ്രത്യേകത. 1992 കോൺഗ്രസ് സർക്കാരിന് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കേണ്ടി വന്നു. ഇതിലുള്ള പ്രതിഷേധ വോട്ടാണ് 1996 ജമാഅത്തെ ഇസ്ലാമി LDFന് ചെയ്തത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയെന്ന് UDF സർക്കാർ സത്യവാങ്മൂലം നൽകി. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ ഒരു നിലപാടും LDFും ഒരു ഘട്ടത്തിൽ എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ കൂടിക്കാഴ്ച നടന്നത് 2011 ഏപ്രിൽ 3 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നുവെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നു. ആ ചർച്ചയിൽ ഒരു തരത്തിലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണെന്ന നിലപാടാണ് CPMനും LDFനും നേരത്തെയും ഉള്ളത്, ഇപ്പോഴും ഉള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചർച്ചയ്ക്ക് വന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. അവരുടെ കൂടെ സോളിഡാരിറ്റിയുടെ യുവാക്കളുണ്ടായിരുന്നു. ഇവർ സോളിഡാരിറ്റി പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരെന്ന് ചോദിച്ചു. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അവർക്കത് വലിയ ഷോക്കായി. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവരെല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുകയല്ലേ? നാട്ടിൽ എന്ത് നല്ല കാര്യം വന്നാലും എതിരായ നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയുള്ളവരല്ലേ സാമൂഹ്യ വിരുദ്ധർ? മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൽ മടി കാട്ടുന്നവരല്ല. അന്നുമില്ല ഇന്നുമില്ല. അതൊന്നും അധികം പറഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഒരു സർവ്വദേശീയ സംഘടനയാണെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർക്കുള്ളത് ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു.